പല വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും പിന്നെ ഞാൻ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ലൈവിലും കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാനിതിൻ്റെ ഉത്തരം എന്താ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ ഇല്ലയോ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഇനി എൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉത്തരം ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഇങ്ങനെ ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അതിൻ്റെ ഉത്തരം എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, ഈ ഒരു ചോദ്യം ഇൻഹെറൻ്റ്ലി ഫ്ലോഡാണ്. അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം ഒന്ന് മാറ്റി ഒന്ന് തിരുത്താം, ഒന്ന് റിവേഴ്സ് ചെയ്യാം. നിങ്ങൾ ഇനി പഠിച്ചാൽ A+ കിട്ടുന്നതിന് പകരം നമുക്ക് ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് എന്ത് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇനി പഠിച്ച് തുടങ്ങുക, അല്ലെ? നിങ്ങൾ ഇതുവരെ പഠിക്കാത്തവരായിരിക്കും, ഇനിയും പഠിച്ചാൽ ലേറ്റ് ആയില്ലേ, ഇനി അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത. എന്ത് ചിന്തയാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന്, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അല്ലെ നിങ്ങൾ ഇനിയും പഠിക്കില്ല എന്ന് വിചാരിക്കാം. ഈ രണ്ട് ഓപ്ഷനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ പ്രാക്ടിക്കലി. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പഠിക്കില്ല എന്ന് വിചാരിക്കാം, ഇനി ലേറ്റ് ആയിപ്പോയി, ഇനി എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ. അങ്ങനെയാണ് നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ഫിലോസഫി എങ്കിൽ അത് നിങ്ങൾ പഠിച്ചില്ലേ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് A+ കിട്ടും തോന്നുന്നുണ്ടോ? ഒരു സംശയമില്ല, ഉറപ്പായിട്ട് നമുക്ക് പറയാം നിങ്ങൾക്ക് A+ കിട്ടില്ല എന്ന്. മാത്രമല്ല, നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല എന്നൊക്കെ ആണെങ്കിൽ, മാത്രമല്ല +2 എക്സാം ഒക്കെ ടഫായിട്ട് വരികയാണെങ്കിൽ A+ന്റെ കാര്യം വിട്, നല്ലൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ ഈവൻ ഫെയിൽ ആവാൻ തന്നെ. അയ്യോ സാർ അങ്ങനെ ഇങ്ങനെ പറയാം, ഞങ്ങൾ ഡീമോട്ടിവേറ്റ് പറയാൻ വരട്ടെ. എപ്പോഴും ഞാൻ പറയുന്ന ആരാണ്, ആ തലയിൽ നന്നായി കയറ്റിക്കോ. 23% കുട്ടികളാണ് +2 ഫെയിൽ ആയത് കഴിഞ്ഞ വർഷം. അതിൻ്റെ മുമ്പത്തെ വർഷം കുറച്ചും കൂടി കുറവായിരുന്നു, 22%. അപ്പം ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, പോസിബിൾ അല്ലാത്ത കാര്യമൊന്നുമല്ല. നിങ്ങളൊന്ന് വിചാരിച്ചാൽ അത് വേണം നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം പഠിച്ചില്ലേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എവിടെയായിരിക്കും നിങ്ങൾ വീഴാൻ പോകുന്നത്. നിങ്ങൾ ഇൻഹെറൻ്റ്ലി പഠനത്തിൽ മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയും കൂടി ചെയ്തില്ലെങ്കിൽ നല്ലൊരു ചാൻസ് ഉണ്ട് ആ 23% നിങ്ങൾ പെടാൻ വേണ്ടിയിട്ട്. 2%അല്ലോ, 23% അല്ലേ, വേണമെങ്കിൽ പെടാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി പഠനത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിയൊക്കെ ഇൻഹെറൻ്റ്ലി ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും A+ ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആലോചിക്ക് പോലും വേണ്ട. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് +2 ആലോചിക്ക് പോലും വേണ്ട. പ്രത്യേകിച്ച് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി കൂടുമ്പോൾ മേ ബി ഒരു B+ഓ C+ഓ വല്ലതും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും വരും. ഇതാണ് റിയാലിറ്റി, ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലായി. ഒരു ഓപ്ഷൻ കൂടി ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടും കരുതി കൊണ്ട് പഠിച്ചു തുടങ്ങാം. കുറേ ചിന്തിക്കാൻ നിൽക്കാതെ A+ കിട്ടുമോ B+ കിട്ടുമോ മറ്റേത് കിട്ടുമോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം അങ്ങോട്ട്. ഓക്കെ, ഡെയിലി പറ്റുന്ന പോലെ 1-2 മണിക്കൂർ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അത് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ സാറിന് പറയാൻ പറ്റും? സാറിനോട് പറഞ്ഞൂടെ പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടും? അങ്ങനെ ഞാൻ പറയാം. എനിക്കെങ്ങനെയാണ് അറിയാം നിങ്ങളുടെ പഠിക്കാനുള്ള എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടും, എത്രത്തോളം മണിക്കൂർ നിങ്ങൾ പഠിക്കും, എത്രത്തോളം ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്കൊരു ഇൻഹെറൻ്റ്ലി ഉള്ള സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യും, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ അത് ആർക്കറിയാം? നിങ്ങൾക്കറിയാം. കാരണം അത് തീരുമാനിക്കാൻ പോകുന്നത് ഞാനല്ല, അത് നിങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യുക എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഇനി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് താഴെ തുടങ്ങാം. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്തായിരിക്കും? ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്യുക, 1 മണിക്കൂറോ 1/2 മണിക്കൂറോ എന്താ വെച്ചാൽ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് നിങ്ങൾ ഡെയിലി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, വേണ്ട അസംഷൻസ് ഒക്കെ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെപ്പറ്റി എന്താണോ നിങ്ങളുടെ ലെവലും കാര്യങ്ങളൊക്കെ. അത് പ്രകാരം പഠിച്ചു തുടങ്ങിയാൽ, ഡെയിലി ഇന്ന് പോലും പഠിച്ചു തുടങ്ങിയാൽ, ലേറ്റ് ആണെങ്കിൽ ഇന്ന് പോലും പഠിച്ചു തുടങ്ങിയാൽ, ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്തായിരിക്കും? മിക്ക കുട്ടികളും ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ മേ ബി എന്തായിരിക്കും? ഒരു B ഗ്രേഡൊക്കെ ആയിരിക്കും. വേഴ്സ്റ്റ് ഓഫ് വേഴ്സ്റ്റ്. ഞാൻ ഈ പറഞ്ഞ അസംഷൻസിലാണ് കൺസിസ്റ്റൻ്റ്ലി ഒരു ടൈം നിങ്ങൾ പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ. ഏറ്റവും നല്ല കേസ് എന്തായിരിക്കും? അത് ഓരോ ആൾക്കാർക്ക് വേറെ വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ ഗസ് ചെയ്യുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും അത് A+ ലെവലിലായിരിക്കും. ഒരു 90യുടെയും 100ൻ്റെ ഇടയിലായിരിക്കും മിക്ക കുട്ടികൾക്കും. പക്ഷെ അത് തീരുമാനിക്കേണ്ട ഞാനല്ല, അത് തീരുമാനിക്കേണ്ട നിങ്ങളാണ്. അപ്പോൾ അവസാനം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം നിങ്ങളടുത്ത് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നിത്. ഇതെടുത്തു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഫെയിൽ ആവുകയാണ്. ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ A+ കിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ കിട്ടില്ല പഠിച്ചില്ലെങ്കിൽ. പഠിച്ചു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ വല്ല B ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ താഴെയൊന്നും പോകാൻ പോകുന്നില്ല, ഉറപ്പാണ്. ബെസ്റ്റ് കേസ് സിനാരിയോ നമ്മുടെ സാധനമാണ്. എന്തായാലും ഇതിൻ്റെ ഇടയിലായിരിക്കും വീഴുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വീഴണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വീഴണോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഇതാണ് റിയലിസ്റ്റിക് പിക്ചർ. ഇനി സാർ എനിക്ക് എൻ്റെ കഴിവ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ, അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം പഠിക്കുക, അങ്ങോട്ട് കുത്തിരുന്ന് പഠിക്കുക, പറ്റുന്നതിനേക്കാളും കൂടുതൽ പഠിക്കുക.
എന്നിട്ട് നിങ്ങൾ ആ പരീക്ഷ ഒന്ന് എഴുതി നോക്ക്. ഞാൻ പറയുകയാണ്, നിങ്ങൾ തന്നെ സർപ്രൈസ്ഡ് ആയിരിക്കും നിങ്ങളെക്കൊണ്ട് അത്രയൊക്കെ പറ്റും എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കാൻ ആദ്യം ഈ പണി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കോ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോ നിങ്ങളുടെ കഴിവെന്താണെന്നുള്ള കാര്യം. ഇത് പല കുട്ടികളുടെയും കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഒരിക്കലും നമ്മുടെ ലെവലിനെ നിങ്ങൾ ഓവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അറിയണ്ടാവില്ല നിങ്ങളുടെ ലെവലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം. അത്രേ പറയാനുള്ള. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.